ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വളരെ സുപരിചിതമായ വിതക്കാരന്റെ ഉപമയാണ് ഇന്ന് ധ്യാന വിഷയമാകുന്നത്. ഉപമയിൽ വിത്ത് വചനമാണെന്നും നിലം ഹൃദയമാണെന്നുമുള്ള അർത്ഥം വളരെ കൃത്യമായി യേശു തന്നെ വിവരിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഴമായി ധ്യാനിക്കേണ്ടത് എൻ്റെ ഹൃദയം എങ്ങനെ ഒരു നല്ല നിലമാക്കാം എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു വയൽ യാദൃച്ഛികമായി ഫലഭൂയിഷ്ടമാകുന്നില്ല. അത് ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവകൃപയിലൂടെയും ദൈവത്തോടുള്ള സഹകരണത്തിലൂടെയും നമ്മുടെയും ഹൃദയങ്ങളെ പാകപ്പെടുത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മണ്ണൊരുക്കുന്നതിനായി ചെലവഴിക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയണം. അവൻ നിലം ഉഴുതുമറിക്കുന്നു, കല്ലുകൾ പെറുക്കി മാറ്റുന്നു, കളകൾ പറിച്ചു കളയുന്നു, അതിൽ നനയ്ക്കുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മുടെ ഹൃദയമാകുന്ന മണ്ണിനെ ഒരുക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു ഹൃദയം കഠിനമാകുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. അനേകർ നടന്നു പോകുമ്പോൾ ഒരു വഴി കട്ടിപിടിക്കുന്നത് പോലെ നിരന്തരമായ തിരഞ്ഞെടുപ്പുകളിലൂടെ ഹൃദയം പടിപടിയായി കഠിനമായി തീരുന്നു. ഇതിനുള്ള കാരണങ്ങൾ പശ്ചാത്താപമില്ലാതെയുള്ള പാപകരമായ ശീലങ്ങൾ, തിരുത്തലുകൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന അഹങ്കാരം, നീരസവും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയും, പ്രാർത്ഥനയോടുള്ള ഉദാസീനത, ലൗകിക സുഖങ്ങളോടുള്ള അമിതമായ ആസക്തി, നിശബ്ദതയ്ക്ക് ഇടം നൽകാത്ത നിരന്തരമായ ശ്രദ്ധാശൈഥല്യങ്ങളും ഒക്കെയാണ്. ഈ അപകടത്തെക്കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നു നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഫരിസേയർ ഇതിനൊരു ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അവർ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, അവിടുത്തെ പ്രസംഗങ്ങൾ കേട്ടു, അവിടുത്തെ അനുകമ്പ നേരിട്ട് കണ്ടു. എന്നിട്ടും വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ പ്രശ്നം തെളിവുകളുടെ അഭാവമായിരുന്നില്ല, മറിച്ച് കഠിനമായ ഹൃദയമായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ കണ്ടിട്ടും പുറപ്പാട് പുസ്തകത്തിലെ ഫറവോ തൻ്റെ ഹൃദയം ആവർത്തിച്ച് കഠിനമാക്കുന്നുണ്ട്. ഓരോ നിരസിക്കലും അടുത്ത നിരസിക്കൽ എളുപ്പമാക്കി. പാപം ആവർത്തിക്കപ്പെടുമ്പോൾ അത് ശീലങ്ങളായി മാറുന്നു. ശീലങ്ങൾ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. പശ്ചാത്താപത്താൽ വിനയാന്വിതമാകുന്നില്ലെങ്കിൽ സ്വഭാവം കൃപയെ പ്രതിരോധിക്കുന്നതായി മാറും. കഠിനമായ മണ്ണിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയില്ല. അതിന് ഒരു കലപ്പ ആവശ്യമാണ്. ആത്മീയമായി പറഞ്ഞാൽ പശ്ചാത്താപമാണ് ദൈവത്തിൻ്റെ കലപ്പ. പശ്ചാത്താപം എന്നത് കുറ്റബോധമല്ല, മെത്തനോയിയാണ്. അർത്ഥം മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും പൂർണ്ണമായ മാറ്റമെന്നാണ്. അതായത് പാപത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് ദൈവത്തിലേക്ക് തിരിയുക. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം അപേക്ഷിക്കുന്നു, നിങ്ങൾ തരിശുനിലം ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിതയ്ക്കാതിരിക്കുവിൻ. ശ്രദ്ധിക്കുക, കൂടുതൽ വിതയ്ക്കുക എന്ന് ദൈവം പറയുന്നില്ല. പ്രശ്നം വിത്തിൻ്റെതല്ല, മണ്ണിൻ്റെ അവസ്ഥയുടേതാണ്. സമാനമായി ജോയൽ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. പുരാതന ഇസ്രായേലിൽ വസ്ത്രങ്ങൾ കീറുന്നത് ദുഃഖത്തിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു. എന്നാൽ ദൈവം അതിലും ആഴത്തിലുള്ള ഒന്നാണ് ആഗ്രഹിച്ചത്. കീറിയ വസ്ത്രങ്ങളല്ല, രൂപാന്തരപ്പെട്ട ഹൃദയങ്ങൾ. പശ്ചാത്താപം അഹങ്കാരത്തിൻ്റെ കഠിനമായ പ്രതലത്തെ തകർക്കുകയും ദൈവകൃപയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. അതിനുള്ള ആദ്യത്തെ ഉഴവുചാലെന്നത് വിനയമാണ്. അഹങ്കാരം പറയുന്നു, എനിക്കെല്ലാം അറിയാം, എനിക്ക് മാറേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരാണ് പ്രശ്നക്കാർ. എന്നാൽ വിനയം പറയുന്നു, കർത്താവെ, എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ പാപങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ, എന്നിൽ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ. ദാവീദ് രാജാവിൻ്റെ ജീവിതം ഇത് മനോഹരമായി വ്യക്തമാക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു അരൂപി എൻ്റെ ഉള്ളിൽ നവീകരിക്കണമേ. ദാവീദിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് പാപമില്ലാത്തവനായിരുന്നു എന്നതിലല്ല, മറിച്ച് പശ്ചാത്താപമുള്ളവനായിരുന്നു എന്നതിലാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനീതർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. വിനയം ഹൃദയത്തെ തുറക്കുന്നിടത്താണ് കൃപ പ്രവേശിക്കുന്നത്. നമ്മുടെ ഹൃദയമാകുന്ന മണ്ണിനെ ക്രിസ്തു ഉഴുതുമറിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു മാർഗം സഭ നമുക്ക് നൽകുന്നു. അതാണ് അനുരഞ്ജന കൂദാശ, കുമ്പസാരം.
ആത്മാർത്ഥമായ ഓരോ കുമ്പസാരവും ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങളെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. നാം സത്യസന്ധമായി നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കുന്നതിനാൽ അത് അഹങ്കാരത്തിൻ്റെ ശക്തിയെ തകർക്കുന്നു. മാരക പാപത്തിലൂടെ നഷ്ടപ്പെട്ട പ്രസാദവരത്തെ പുനഃസ്ഥാപിക്കുന്നു. ഭാവിയിലെ പ്രലോഭനങ്ങളെ നേരിടാൻ അത് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ദൈവവചനം സ്വീകരിക്കാൻ ഹൃദയത്തെ ഒരിക്കൽ കൂടി പ്രാപ്തമാക്കുന്നു. നല്ലൊരു കുമ്പസാരത്തിന് ശേഷം തിരുവചനം തങ്ങളോട് കൂടുതൽ ആഴത്തിൽ സംസാരിക്കുന്നതായും പ്രാർത്ഥന കൂടുതൽ ആത്മാർത്ഥമാകുന്നതായും വിശുദ്ധ കുർബാന കൂടുതൽ ഭക്തിയോടെ സ്വീകരിക്കാൻ കഴിയുന്നതായും പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഇത് കേവലം മാനസികമായ ഒരു കാര്യമല്ല, ഇത് കൃപയുടെ പ്രവർത്തനമാണ്. പതിവായി ആത്മപരിശോധന ചെയ്യുക. ഞാൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഏതെങ്കിലും പാപമുണ്ടോ? ഞാൻ ക്ഷമിക്കാത്തതായി ആരെങ്കിലുമുണ്ടോ? തിരുത്തലുകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഞാൻ അഹങ്കാരിയാണോ? എൻ്റെ ആത്മീയ ശീലങ്ങൾ എന്നെ നിർവികാരനാക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? മാരക പാപങ്ങൾ ഉള്ളപ്പോൾ മാത്രമല്ല, ആത്മീയ നവീകരണത്തിനുള്ള ഒരു സ്ഥിരമായ മാർഗമെന്ന നിലയിലും അനുരഞ്ജന കൂദാശ അടിക്കടി സ്വീകരിക്കുക. ഒരു വയൽ അതിൻ്റെ ആയുസ്സിൽ ഒരു തവണ മാത്രമല്ല ഉഴുതു മറിക്കുന്നത്. ഓരോ വിളവെടുപ്പിനു മുമ്പും അത് വീണ്ടും വീണ്ടും ഒരുക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തിന് നിരന്തരമായ മാനസാന്തരം ആവശ്യമാണ്. പശ്ചാത്താപത്താൽ തകർക്കപ്പെടുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ വിശുദ്ധിയുടെ ഫലങ്ങളാൽ നിറഞ്ഞൊഴുകുന്ന ഒരു ഹൃദയമായി മാറാൻ കഴിയൂ. രണ്ടാമതായി, കല്ലുകൾ നീക്കം ചെയ്യുക. മണ്ണ് ഉഴുതുമറിച്ച ശേഷം ബുദ്ധിമാനായ ഒരു കർഷകൻ ഉടൻ തന്നെ വിത്ത് വിതയ്ക്കുന്നില്ല. അവൻ ആദ്യം അവിടെയുള്ള കല്ലുകൾ പെറുക്കി മാറ്റുന്നു. യേശു ജീവിച്ചിരുന്ന പാലസ്തീനിൽ വയലുകളിൽ പലപ്പോഴും ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞിരുന്നു. ചിലപ്പോൾ മണ്ണിൻ്റെ ഒരു നേർത്ത പാളിക്ക് താഴെ വലിയ പാറകൾ മറഞ്ഞിരിക്കും. ആഴമില്ലാത്ത മണ്ണ് സൂര്യന് താഴെ വേഗത്തിൽ ചൂടാകുന്നതിനാൽ വിത്ത് പെട്ടെന്ന് മുളയ്ക്കും. എന്നാൽ വേരുകൾ പാറയിലെത്തുമ്പോൾ അവയ്ക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ കഴിയില്ല. ചൂടുള്ള വേനൽക്കാല സൂര്യൻ ഉദിക്കുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കാൻ ആഴത്തിലുള്ള വേരുകൾ ഇല്ലാത്തതിനാൽ ചെടി വാടിപ്പോകുന്നു. ആത്മീയമായ ഒരു യാഥാർത്ഥ്യത്തെ വിവരിക്കാൻ ഈശോ ഈ പരിചിതമായ ചിത്രം ഉപയോഗിക്കുകയാണ്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. വിത്ത് യഥാർത്ഥത്തിൽ വളരുന്നുണ്ടെന്നത് ശ്രദ്ധിക്കുക. അവിടെ ആവേശവും ഉണർവും, എന്തിന് വ്യക്തമായ വിശ്വാസം പോലുമുണ്ട്. വിത്ത് മുളയ്ക്കാൻ പരാജയപ്പെട്ടു എന്നതല്ല, മറിച്ച് അതിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ദുരന്തം. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിലല്ല പ്രശ്നം, അത് തുടർന്നുകൊണ്ട് പോകുന്നതിലാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകൾ ക്രിസ്തുവിലേക്ക് ആഴത്തിൽ വളരുന്നതിന് തടയുന്ന എല്ലാറ്റിനെയും കല്ലുകൾ പ്രതീകവൽക്കരിക്കുന്നു. ഈ കല്ലുകളിൽ ചിലത് പ്രതലത്തിന് താഴെ മറഞ്ഞിരിക്കുന്നവയാണ്. ഒന്നാമതായി, ആഴമില്ലാത്ത വിശ്വാസം, ഉപരിപ്ലവമായ വിശ്വാസം. ചില ആളുകൾ തങ്ങളുടെ വിശ്വാസം വികാരങ്ങളിൽ മാത്രം പടുത്തുയർത്തുന്നു. ധ്യാനങ്ങൾ, തീർത്ഥാടനങ്ങൾ, കൺവെൻഷനുകൾ അല്ലെങ്കിൽ വൈകാരികമായി സ്വാധീനിക്കുന്ന ആരാധനാക്രമങ്ങൾ എന്നിവയ്ക്കിടയിൽ അവർക്ക് ദൈവത്തോട് അടുപ്പം തോന്നുന്നു. എന്നാൽ ആ വികാരങ്ങൾ ഇല്ലാതാകുമ്പോൾ ദൈവം തങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് അവർ കരുതുന്നു. വിശ്വാസം വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. വികാരങ്ങൾ മാറാം, എന്നാൽ ക്രിസ്തു മാറുന്നില്ല. ഒരു വിവാഹ ജീവിതം നിലനിൽക്കുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കും എപ്പോഴും വൈകാരികമായ ആവേശം തോന്നുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ തങ്ങളുടെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നത് കൊണ്ടാണ്. അതുപോലെ ശിഷ്യത്വം നിലനിർത്തപ്പെടുന്നത് വിശ്വസ്തതയിലൂടെയാണ്, അല്ലാതെ മാറിമറിയുന്ന വികാരങ്ങളിലൂടെയല്ല. രണ്ടാമത്തെ കല്ല് അക്ഷമ. ആധുനിക സംസ്കാരം ഉടനടിയുള്ള ഫലങ്ങൾ ആഗ്രഹിക്കുന്നു. ഇൻസ്റ്റന്റ് ആശയവിനിമയവും ഇൻസ്റ്റന്റ് ഭക്ഷണവും ഇൻസ്റ്റന്റ് വിജയവും ചിലപ്പോൾ ഇൻസ്റ്റന്റ് വിശുദ്ധിയും വരെ നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദൈവം സാധാരണയായി സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു മരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ദിവസത്തിൽ നിന്നും അടുത്ത ദിവസത്തിലേക്ക് അത് വളരുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം അത് വളരെ വലുതായിത്തീരുന്നു. അതുപോലെ വിശുദ്ധിയും ക്രമേണയാണ് വികസിക്കുന്നത്.
മറ്റൊരു കല്ല് ആത്മീയമായ അസ്ഥിരതയാണ്. ചിലർ കുറച്ച് ദിവസത്തേക്ക് തീവ്രമായി പ്രാർത്ഥിക്കുകയും പിന്നീട് അത് നിർത്തുകയും ചെയ്യുന്നു. അവർക്ക് സൗകര്യപ്രദമാകുമ്പോൾ മാത്രം അവർ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. വല്ലപ്പോഴും മാത്രം തിരുവചനം വായിക്കുന്നു. അപൂർവമായി മാത്രം കുമ്പസാരിക്കുന്നു. ഏതാനും ആഴ്ചകളിൽ ഒരിക്കൽ മാത്രം വെള്ളം ലഭിച്ചാൽ ഒരു മരത്തിന് ജീവിക്കാൻ കഴിയില്ല. ആത്മാവിനും അത് കഴിയില്ല. യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വസിക്കുവിൻ എന്ന വാക്ക് ശ്രദ്ധിക്കുക. സന്ദർശിക്കാനല്ല, വല്ലപ്പോഴും ഓർക്കാനുമല്ല. വസിക്കാൻ അഥവാ നിലനിൽക്കാൻ, എല്ലാ ദിവസവും നിലനിൽക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കർഷകൻ ക്ഷമയോടെ ഓരോ കല്ലുകളായി പെറുക്കി മാറ്റുന്നത് പോലെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആഴത്തിലുള്ള വിശ്വാസത്തെ തടയുന്ന തടസ്സങ്ങളെ തിരിച്ചറിയുകയും നീക്കം ചെയ്യുകയും വേണം. ഒന്നാമതായി, അനുദിന വ്യക്തിപരമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് ദൈവത്തോട് ആനുകൂല്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുന്നതാണ്. എല്ലാ ദിവസവും വിശ്വസ്തയോടെയുള്ള പ്രാർത്ഥന ക്രമേണ നമ്മുടെ വേരുകൾ ആഴത്തിലാക്കുന്നു. യേശു തന്നെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിയിരുന്നു. ദൈവപുത്രൻ പിതാവുമായുള്ള നിരന്തരമായ കൂട്ടായ്മയുടെ ജീവിതം നയിച്ചുവെങ്കിൽ നമുക്ക് എത്രത്തോളം കൂടുതൽ അനുദിന പ്രാർത്ഥന ആവശ്യമാണെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായി, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പതിവായ വായന. ശാഖകൾ മുകളിലേക്ക് വളരുന്നതിന് മുമ്പ് വേരുകൾ താഴേക്ക് വളരുന്നു. തിരുവചനത്തോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ ദിവസവും വേരുകളെ ക്രിസ്തുവിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലാൻ അനുവദിക്കുന്നു. ഒന്നാമത്തെ സങ്കീർത്തനം നീതിമാനായ മനുഷ്യനെ ഇപ്രകാരം ഉപമിക്കുന്നു: നീർച്ചാലുകളുടെ തീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അവൻ, കാരണം അവൻ രാവും പകലും ദൈവത്തിന്റെ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. ബൈബിൾ കേവലം പഠിക്കാനുള്ള ഒരു പുസ്തകമല്ല, അത് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ സജീവമായ സ്വരമാണ്. മൂന്നാമതായി, കൂടെയുള്ള കുമ്പസാരവും പരീക്ഷണഘട്ടങ്ങളിലെ സഹിഷ്ണുതയും. ഒരുപക്ഷെ ഏറ്റവും വലിയ കല്ല് സഹനങ്ങളെ ഒഴിവാക്കാനുള്ള ആഗ്രഹമായിരിക്കാം. വേരുകൾക്ക് ആഴമുണ്ടോ എന്ന് പീഡനങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ഈശോ പ്രത്യേകം പറയുന്നു. സഹനം വിശ്വാസത്തെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നുവെന്ന് വിശുദ്ധർ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം സഹിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ആത്മീയ പക്വതയ്ക്കുള്ള അവസരങ്ങളായി മാറുന്നു. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നു, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഇനി മൂന്നാമതായി, മുള്ളുകൾ പറിച്ചു മാറ്റുക. ഒരു കർഷകൻ നിലം ഉഴുതുമറിച്ച് കല്ലുകൾ നീക്കം ചെയ്തതിനു ശേഷം ചെയ്യുന്ന പ്രധാന ജോലി കളകളും മുള്ളുകളും പറിച്ചു കളയുക എന്നതാണ്. എത്ര നല്ല മണ്ണിൽ വിതച്ച മികച്ച വിത്താണെങ്കിലും കളകൾ വളരാൻ അനുവദിച്ചാൽ അതിന് നല്ലൊരു വിളവ് നൽകാൻ കഴിയില്ല. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ടവൻ വചനം കേൾക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും സമ്പത്തിന്റെ വ്യാമോഹവും വചനത്തെ ഞെരുക്കിക്കളയുകയും അവൻ ഫലശൂന്യനായി തീരുകയും ചെയ്യുന്നു. വഴിയരികിലോ പാറപ്പുറത്തോ വീണ വിത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശിഷ്യൻ ദൈവവചനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും പ്രതീക്ഷ നൽകുന്ന ഈ തുടക്കമുണ്ടായിട്ടും മുള്ളുകൾ ക്രമേണ ആ ചെടിയുടെ ജീവനെ ഞെരുക്കിക്കളയുന്നതിനാൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു എന്നതല്ല ഇവിടുത്തെ ദുരന്തം, മറിച്ച് ക്രിസ്തുവിന് മാത്രം അർഹതപ്പെട്ട സ്ഥാനം മറ്റ് സ്നേഹങ്ങൾ പതുക്കെ കൈയടക്കുന്നു എന്നതാണ് ദുരന്തം. രണ്ട് പ്രധാന മുള്ളുകളെയാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്: ലൗകിക വ്യഗ്രതകൾ, സമ്പത്തിന്റെ വ്യാമോഹം. ജോലി, കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ, സാമ്പത്തികം, വിദ്യാഭ്യാസം, വിജയം എന്നിവയെല്ലാം ദൈവത്തിൽ നിന്നുള്ള നല്ല ദാനങ്ങളാണ്. എന്നാൽ ഇവ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി മാറുകയും ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ അതിരുകളിലേക്ക് തള്ളിമാറ്റുകയും ചെയ്യുമ്പോഴാണ് അപകടം ഉടലെടുക്കുന്നത്. ജോലിയോ ഉത്തരവാദിത്വമോ തെറ്റെന്ന് ഈശോ പറയുന്നില്ല. ഹൃദയത്തെ കാർന്നു തിന്നുകയും ദൈവത്തിലുള്ള ആശ്രയത്തിന് ഇടം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഉത്കണ്ഠയ്ക്കെതിരെയാണ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. യേശു പറയുന്നു, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. പലരും ഉത്കണ്ഠപ്പെടാൻ വളരെയധികം സമയം ചെലവഴിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതാകുന്നു. ജോലിക്ക് ഒന്നാം സ്ഥാനമാകുന്നു. ചെറുതായി പ്രാർത്ഥന അപ്രത്യക്ഷമാകുന്നു. ഞായറാഴ്ചകളിലെ ദിവ്യബലി ഒരു നിർബന്ധമില്ലാത്ത കാര്യമായി മാറുന്നു. കുമ്പസാരം മാറ്റിവെക്കപ്പെടുന്നു. ബൈബിളിൽ പൊടി പിടിക്കുന്നു. നാം അറിയാതെ തന്നെ
കളകൾ വളരാൻ തുടങ്ങുന്നു. ലൗകിക വ്യഗ്രതയെ സൂചിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉദാഹരണമാണ് മർത്തായും മറിയവും. മർത്ത ഈശോയെ തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുകയും പല ജോലികളിലായി വ്യാപൃതയാകുകയും ചെയ്തു. എന്നാൽ ബഥാനിയയിലെ മറിയം കർത്താവിന്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചു. മർത്തായുടെ പ്രവൃത്തി നല്ലതായിരുന്നു, പക്ഷേ അത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവളുടെ ശ്രദ്ധ തിരിച്ചതുകൊണ്ട് അതൊരു മുള്ളായി മാറി. ഈശോ അവളെ സൗമ്യമായി തിരുത്തി. മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. എന്നാൽ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. ജോലി അപ്രധാനമാണ് എന്നല്ല ഇവിടുത്തെ പാഠം. മറിച്ച് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധമായിരിക്കണം നമ്മുടെ എല്ലാ ജോലികളുടെയും ഉറവിടവും കേന്ദ്രവും എന്നാണ്. ഇനി സമ്പത്തിന്റെ വ്യാമോഹം. സമ്പത്തിനെ യേശു കുറ്റപ്പെടുത്തുന്നില്ല. അബ്രഹാം, ജോബ്, അരിമത്യായിലെ ജോസഫ് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ പല പുണ്യവാന്മാരും ഭൗതിക സമ്പത്തുള്ളവരായിരുന്നു. സമ്പത്തിന്റെ വ്യാമോഹത്തിലാണ് അപകടം പതിയിരിക്കുന്നത്. ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സുരക്ഷിതത്വം, സന്തോഷം, സമാധാനം, അമർത്യത എന്നിവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ടാണ് സമ്പത്ത് നമ്മെ വഞ്ചിക്കുന്നത്. എന്നാൽ ഇവയൊന്നും പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. യേശു ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. പണം തിന്മയാണെന്നല്ല അദ്ദേഹം പറയുന്നത്. പണത്തോടുള്ള സ്നേഹമാണ് വിനാശകരമായി മാറുന്നത്. യൂദാസ് 3 വർഷം ഈശോയോടൊപ്പം നടന്നു. അവൻ എല്ലാ പ്രസംഗങ്ങളും കേട്ടു, എല്ലാ അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. എന്നിട്ടും അത്യാഗ്രഹം പതുക്കെ അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ തന്റെ ഗുരുവിനേക്കാൾ 30 വെള്ളി നാണയങ്ങൾക്ക് അവന് കൂടുതൽ മൂല്യമുണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് ആരും ഒരു വഞ്ചകനാകുന്നില്ല. പറിച്ചു മാറ്റാതെ വിട്ടാൽ മുള്ളുകൾ ക്രമേണ വളർന്നു വലുതാകും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സങ്കടത്തോടെ എഴുതുന്നു, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. ദേമാസ് ഒരിക്കൽ വിശ്വസ്തനായ ഒരു മിഷണറി സഹയാത്രികനായിരുന്നു. എന്നാൽ ലോകം പതുക്കെ അവന്റെ ഹൃദയം കീഴടക്കി. പക്വതയാർന്ന ക്രിസ്ത്യാനികൾ പോലും ജാഗ്രത പാലിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലുള്ള മുള്ളുകൾ പലപ്പോഴും വളരെ സൂക്ഷ്മമാണ്. ഡിജിറ്റൽ ലോകത്തെ ശ്രദ്ധാശൈഥില്യങ്ങൾ, ഫോണിൽ സോഷ്യൽ മീഡിയ, അവസാനിക്കാത്ത വാർത്തകൾ, സ്ട്രീമിംഗ് സേവനങ്ങൾ, നിരന്തരമുള്ള നോട്ടിഫിക്കേഷനുകൾ എന്നിവയൊന്നും അവയിൽ തന്നെ പാപമല്ല. എന്നാൽ നാം 3 മണിക്കൂർ സ്ക്രോൾ ചെയ്യാനും വെറും 3 മിനിറ്റ് പ്രാർത്ഥിക്കാനും ചെലവഴിക്കുന്നെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. വിജയം നല്ലതാണ്, നേട്ടങ്ങൾ നല്ലതാണ്, കഠിനാധ്വാനം നല്ലതാണ്. എന്നാൽ മോഹങ്ങൾ ആരാധനയ്ക്ക് പകരമാകുമ്പോൾ, കരിയർ ദൈവവിളിക്ക് പകരമാകുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധിയേക്കാൾ സൽകീർത്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ആ മുള്ള് ആത്മാവിനെ ഞെരുക്കാൻ തുടങ്ങുന്നു. യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, മറ്റെല്ലാറ്റിനും 2ാം സ്ഥാനമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു കർഷകൻ ഒരിക്കൽ കളകൾ പറിച്ചു മാറ്റിയിട്ട് അവയെ മറക്കാൻ കഴിയില്ല. അവ വീണ്ടും വീണ്ടും വരും. അതുപോലെ ക്രിസ്ത്യാനി നിരന്തരം തൻ്റെ ഹൃദയം പരിശോധിക്കണം. അനാസക്തി ശീലിക്കുക. ദൈവത്തിൻ്റെ ദാനങ്ങളെക്കാൾ ദൈവത്തെ സ്നേഹിക്കുക എന്നതാണത്. ലളിതമായി ജീവിക്കുക. അനാവശ്യമായ വസ്തുക്കൾ കുറയ്ക്കുക. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക. നിശബ്ദതയുടെ നിമിഷങ്ങൾ സൃഷ്ടിക്കുക. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി സംരക്ഷിക്കുക. ഉപവാസമനുഷ്ഠിക്കുക. ഭക്ഷണം, വിനോദം അല്ലെങ്കിൽ അനാവശ്യമായ സൗകര്യങ്ങൾ എന്നിവ നാം സ്വമേധയാ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് 1ാം സ്ഥാനം നൽകാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കുകയാണ്. ഉദാരത ശീലിക്കുക. ഉദാരതയെപ്പോലെ അത്യാഗ്രഹത്തെ വേരോടെ പിഴുതെറിയുന്ന മറ്റൊന്നില്ല. ദരിദ്രർക്ക് നൽകുമ്പോഴോ, സഭയെ പിന്തുണയ്ക്കുമ്പോഴോ, ആവശ്യമുള്ളവരെ സഹായിക്കുമ്പോഴോ നമ്മുടെ സുരക്ഷിതത്വം സമ്പത്തിലല്ല, ദൈവത്തിൻ്റെ പരിപാലനയിലാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുക. ഓരോ തവണ ക്ഷമിക്കുമ്പോഴും മറ്റൊരു മുള്ളുകൂടി നീക്കം ചെയ്യപ്പെടുകയാണ്. ദൈവവചനം തഴച്ചു വളരാൻ തക്കവണ്ണം ഹൃദയം വിശാലമായി തീരുന്നു. ഇനി അവസാനമായി പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും മണ്ണ് നനയ്ക്കുക.
കർഷകൻ നിലം ഉഴുതുമറിച്ച് കല്ലുകൾ മാറ്റി കളകൾ പറിച്ച് കളഞ്ഞതിനു ശേഷം തികച്ചും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയുണ്ട്: വെള്ളം. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണും മികച്ച വിത്തുമുണ്ടെങ്കിലും മഴയില്ലാതെ വിളവെടുക്കാൻ കഴിയില്ല. പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് മഴ. പരിശുദ്ധാത്മാവില്ലാതെ ദൈവവചനം കേവലം ഒരു താളിലെ അക്ഷരങ്ങൾ മാത്രമായി അവശേഷിക്കും. വചനത്തെ നമ്മിൽ സജീവവും ഫലദായകവുമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യെശയ്യാ പ്രവാചകൻ ദൈവവചനത്തെ അതിമനോഹരമായി മഴയോട് ഉപമിക്കുന്നു. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് പെയ്യുന്നു. ഭൂമിയെ നനച്ച് ഫലഭൂയിഷ്ഠമാക്കി സസ്യങ്ങൾ മുളപ്പിക്കാതെ അവ തിരികെ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനവും. ഒരു കർഷകൻ വയലിൽ ഒരിക്കൽ മാത്രമല്ല നനയ്ക്കുന്നത്. വിളയ്ക്ക് നിരന്തരമായ പോഷണം ആവശ്യമാണ്. അതുപോലെ ആത്മീയ പക്വതയ്ക്ക് ഞായറാഴ്ച ദിവ്യബലി മാത്രം പോരാ. അനുദിന പ്രാർത്ഥന വിത്തിനെ ജീവനോടെ നിലനിർത്തുന്നു. വർഷങ്ങളായി ഒരേ സുവിശേഷം തന്നെ കേൾക്കുകയും എന്തുകൊണ്ടാണ് അത് തങ്ങളിൽ മാറ്റം വരുത്താത്തതെന്നും ചിന്തിക്കുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട്. മിക്കപ്പോഴും പ്രശ്നം വിത്തിൻ്റേതല്ല, മറിച്ച് ആത്മീയമായ മഴയുടെ അഭാവമാണ്. ഞായറാഴ്ച നാം വചനം കേൾക്കുന്നു, എന്നാൽ ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളിൽ നാം അപൂർവമായി മാത്രമേ അത് നനയ്ക്കുന്നുള്ളൂ. പ്രാർത്ഥനയിലൂടെ തിരുവചനത്തിലേക്ക് മടങ്ങി വരാതെ നാം ദിവ്യബലിയിൽ നിന്ന് തിരക്കേറിയ ഒരു ഷെഡ്യൂളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന എന്നത് ആവശ്യമെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നട്ടുപിടിപ്പിച്ച വിത്തിന് എല്ലാ ദിവസവും നൽകേണ്ട വെള്ളമാണത്. നിലം ഉഴുതുമറിച്ച് കല്ലുകളും കളകളും മാറ്റി നനച്ചതിനു ശേഷം ഒരു കർഷകൻ അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യുന്നു. അവൻ മണ്ണിൽ വളമിട്ട് അതിനെ സമ്പുഷ്ടമാക്കുന്നു. യോഗ്യതയോടെയുള്ള ഓരോ കുർബാന സ്വീകരണവും ക്രമേണ നമ്മെ ഈശോയുടെ സാദൃശ്യത്തിലേക്ക് രൂപപ്പെടുത്തുന്നു. വളം മണ്ണിനടിയിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്നത് പോലെ മാറ്റം പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒന്നാണ്. എങ്കിലും കാലക്രമേണ കൂടുതൽ ക്ഷമ, കൂടുതൽ സ്നേഹം, കൂടുതൽ സമാധാനം, കൂടുതൽ വിശുദ്ധി എന്നിവ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. എല്ലാ ഞായറാഴ്ചയും ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റമുണ്ടാകാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അവർ എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്നതിലായിരിക്കും അതിനുള്ള ഉത്തരം. നാം വിശ്വാസത്തോടും പശ്ചാത്താപത്തോടും ശ്രദ്ധയോടും കൃതജ്ഞതയോടും കൂടിയാണോ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത്? അതോ ഒരു യന്ത്രം കണക്കെയാണോ നാം അത് സ്വീകരിക്കുന്നത്? കോൺക്രീറ്റ് ചെയ്ത ഒരു തറയിൽ വിതറുന്ന വളം ഒരു വിളവ് നൽകില്ലെന്ന് ഒരു കർഷകനറിയാം. അത് ജീവനുള്ള മണ്ണ് തന്നെ സ്വീകരിക്കണം. അതുപോലെ പശ്ചാത്താപത്താൽ ഉഴുതുമറിക്കപ്പെട്ടതും ഉപരിപ്ലവമായ കല്ലുകൾ മാറ്റപ്പെട്ടതും ലൗകിക വ്യഗ്രതകളാകുന്ന മുള്ളുകളിൽ നിന്ന് സ്വതന്ത്രമായതും പ്രാർത്ഥനയാൽ നനയ്ക്കപ്പെട്ടതുമായ ഒരു ഹൃദയത്തിലാണ് വിശുദ്ധ കുർബാന അതിൻ്റെ ഏറ്റവും മികച്ച ഫലം പുറപ്പെടുവിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണാക്കി മാറ്റണമേ. അങ്ങയുടെ ശരീരവും രക്തവും ഞാൻ സ്വീകരിക്കുമ്പോൾ എന്നിലെ ഓരോ പുണ്യത്തെയും പോഷിപ്പിക്കണമേ. അങ്ങയുടെ ജീവൻ എൻ്റെ ജീവനും അങ്ങയുടെ സ്നേഹം എൻ്റെ സ്നേഹവും അങ്ങയുടെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയുമായി മാറട്ടെ. കുർബാന സ്വീകരണത്തിന് ശേഷം നിശബ്ദമായി കൃതജ്ഞത അർപ്പിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള ആ ഏതാനും നിമിഷങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അഗാധമായ നിമിഷങ്ങളിൽ ചിലതാണ്. ദൈവിക വിധക്കാരനായ ക്രിസ്തു ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വചനമാകുന്ന വിത്തും ജീവന്റെ അപ്പവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കും. 30 മേനിയോ 60 മേനിയോ മാത്രമല്ല, മറിച്ച് ദൈവകൃപയാൽ പിതാവിൻ്റെ മഹത്വത്തിനും ലോകത്തിൻ്റെ രക്ഷയ്ക്കുമായി അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.